ലൈറ്റ് പോകുന്നു. എന്താണ് രൂപ ഇത്? എന്നെ ഹലോ ലേപ്പിൽ എന്റെ ഇന്നിയേഴ്സ് കട്ടായല്ലോ, കേൾക്കുന്നില്ല. ഹലോ അതെ ഹലോ. എന്നാ പ്രശ്നം അറിയോ? ചെറിയ പ്രശ്നം. ഞങ്ങൾ ആദ്യം സ്കിറ്റ് കളിക്കാൻ നിന്നപ്പോഴും ലേപ്പിൽ കേൾക്കുന്നില്ല. അയ്യോ ഇല്ല, മൊത്തത്തിൽ ലൈറ്റ് ലേപ്പിലും ഹലോ ഇല്ല. ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, വർക്ക് ചെയ്യല്ല. എന്നാ വിഷയം? ഫ്ലോറിൽ മൊത്തത്തിൽ പ്രേതത്തിന്റെ പ്രശ്നമുണ്ട്. പരിപാടിയോ? പിന്നെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ ഓടണ്ടേ? അത് ശരി. പ്രേതം വന്നാലേ കസേര വിടരുത്, അങ്ങോട്ടല്ലേ ഓട്ടം. എനിക്ക് എന്റെ സ്ഥലമാണ്. പേടിക്കണ്ട, ഇതിൽ ഒഴിപ്പിക്കാൻ പറ്റിയ ഒരാളെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിൽക്കണ്ടേ, പേടിച്ചിട്ട് നിൽക്കാൻ പറ്റും. ഈ ബാധ ഇന്ന് പിടിച്ചിട്ട് ബാക്കി വരും. ഞാൻ കസേരയിലോട്ട് അയ്യോ, ഞാൻ വിളിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ, ഇതൊക്കെ നേരത്തെ വിളിക്കണ്ടേ എന്ന് പറഞ്ഞത്. ബാധ കയറാതെ എനിക്ക് നേരത്തെ വിളിച്ചു കൊടുക്കൊണ്ട് ഇരുത്താൻ പറ്റും. അത് ശരിയാണ്. അതാണ് സംഭവം. ഞാൻ റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എവിടെ ഓക്കെ ആണല്ലോ? ഉഗ്ര ടീമാ, ഒരു വിഷയമില്ല. എന്നാ പിന്നെ തുടങ്ങിക്കോളാൻ പറ. എന്നാ പിന്നെ തുടങ്ങിക്കോ, സമയം കളയണ്ട. എല്ലാം പിടിച്ച് ശരിയാക്കി തരും. ചേട്ടാ, ബാധ ഒഴുക്കാനുള്ള പരിപാടി കർമ്മങ്ങളിൽ തൂടുക. ഇതെന്നതാ ഇത്? അതെന്നാ സംഭവം എന്നറിയോ? ബംഗാളിയോ? അതെന്നാ സംഭവം? ബംഗാളിയെ കിട്ടുള്ളൂ. എന്നാന്നറിയോ? എല്ലാവർക്കും പൂജയുടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് പിന്നെ പെരുമ്പാവൂര് വിളിച്ചൊരു ഏജൻസി വിളിച്ചിട്ടാണ് ഈ പുള്ളിയെ കിട്ടിയത്. ഉഗ്രം ടീമാണ്, സൂപ്പറായിട്ട് ചെയ്യും. ബംഗാളിയൊക്കെ വന്ന് പൂജ ചെയ്ത് എങ്ങനെ ചെയ്യാം? ഒന്നുമില്ല, ഒരു വിഷയമില്ല. ഒരു 700 രൂപ ഞാൻ കൊടുത്താൽ മതി. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിന്ന് മാക്കുന്ന കർമ്മം ചെയ്തു. ഇവിടെ 5 മണി വരെ നിൽക്കേണ്ട കാര്യമില്ല. ഒരു 2 മണിക്കൂറത്തെ പൂജ കൊണ്ട് ആവാഹിച്ച് പിടിച്ചോണ്ട് പോവാം. ആക്കിയ സമയത്ത് മുറ്റത്തെ പുല്ല് പറപ്പിക്കാലോ. ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അങ്ങ് ചിന്തിച്ച് നോക്ക്. 3 ചപ്പാത്തി കിഴങ്ങറി ഉച്ചയ്ക്ക്, അത് മതി. ആണോ? ആ, നിന്ന് ചെയ്തോളൂ. എന്നാ പിന്നെ തുടങ്ങിക്കോളാൻ പറ. ഇത് തുടങ്ങിക്കോ. ചേട്ടാ, പൂച്ചക്കുള്ള സാധനങ്ങൾ എടുക്കൊണ്ടു വാ. ഉണക്കമീൻ മതിയോ? ചേട്ടാ, പൂച്ചക്ക് ഉണക്കമീൻ. എന്നെ ചേട്ടാ, ചേട്ടാ വെള്ളം ഉണ്ടാക്കണ്ട, പാലും ബിസ്ക്കറ്റും തരാം. ചേട്ടാ, പൂച്ചക്ക് പൂച്ചക്കല്ല, പൂച്ച ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാൻ പോരെ ചേട്ടാ. എന്റെ ദൈവമേ, എന്റെ മാനം കളയില്ല കേട്ടോ. എല്ലാം ഞാൻ അത്ര പരിചയമില്ലോ, ആദ്യമായിട്ടല്ലേ കേറുന്നേ. അതാണ്, എടുത്തോ. ഇല ഉണ്ട് ചേട്ടാ, എലി കൂടെ വെച്ചു ചേട്ടാ. എലി ഇവിടെ വെച്ചു. എല്ലാം അവിടെ വെക്കണല്ലേ? എലി ഇവിടെ വെച്ചോളൂ. ചട്ടപ്പെട്ട് കുറച്ച് ചേട്ടാ. സൂര്യ അടി എടുക്കാം. സൂര്യ അടി ചേട്ടാ. എഴുന്നേരാ. ഇതൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരും. പണിക്കിറങ്ങിട്ടാണോ ചോറ് ചോദിക്കുന്നത്? ചോറും കാപ്പി ഉണ്ടാക്കി വെക്കാനാ ഞാൻ ഇവിടെ. ഈ സൈഡ് ഭയങ്കര തോലുവയാണ് കേട്ടോ. സോറി, എനിക്ക് തിന്നാനല്ല, പഞ്ചഭൂതം ആത്മാത്മീന് മോശം കിട്ടാൻ വേണ്ടി ദുരാത്മാവിന് കൊടുക്കാൻ വേണ്ടിട്ടാണ് ചോറ് കൊടുക്കുമാരെങ്കിലും. സംഭവം എന്നാന്നറിയോ? ചിലപ്പോ പട്ടിണി കിടന്ന് മരിച്ചുപോയെങ്കിലും പ്രേതായിരിക്കും, പറയാൻ പറ്റില്ല. തൃപ്തിപ്പെടുത്തിയിട്ട് കൊടുത്തി കയറ്റാൻ. ആയിക്കോട്ടെ, ചോറ് കൊണ്ടുവരും കേട്ടോ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വേണ്ടിട്ടാട്ടോ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അയ്യോ, എല്ല് വേണം. എല്ല് വേണം. ചിക്കൻ്റെ എല്ല് മതിയോ? ഉച്ചക്ക് ചിക്കൻ കറിയുടെ മിച്ച എല്ല് കിടപ്പുണ്ട്, അത് മതിയോ? എന്നേലും കൊടുക്കടോ. എല്ല് ചോദിച്ചാൽ എല്ല് കൊടുക്ക്. പറിച്ച എല്ല് ചേട്ടാ, എല്ലല്ല, ദൈവമേ, പറയൂട്ടോ കേട്ടോ. എന്നാ ചേട്ടാ ഇത്? ആത്മാവിനെ ആവാഹിക്കണ്ടേ? ഓക്കെ, സമ്മതിച്ചു, തരാം. കേട്ടോ. ചേട്ടാ, മസാലയ്ക്ക് കൂടെ ചടച്ചത് ഒട്ടേക്കാൻ പറ്റാ. ചടക സോൽബാൻ പ്രേതം പുറത്തു വന്നു. ചേട്ടാ, പുക്കൾ കണ്ടില്ല ചേട്ടാ. പുക്കൾ കണ്ടില്ല ചേട്ടാ. എന്നാ പറയണ? പുക്കൾ കണ്ടില്ല ചേട്ടാ. അതൊക്കെ കാണേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ കർമ്മത്തും ഇതുമായിട്ട് തന്നെ ബന്ധിരിക്കണം. ചിലപ്പോഴേ നമ്മുടെ കേരളത്തിലെ ഒരു സെറ്റപ്പ് അല്ലല്ലോ ഇത്, ബംഗാളല്ലേ. അവിടെ അങ്ങനെ ചിലപ്പോ ആചാരം വല്ലതും കാണും. ഹിന്ദിയിലോ? ആ, ഹിന്ദി സിനിമയിലൊക്കെ അങ്ങനെ മൊത്തം ഇത് കാണിക്കല് പോക്കള് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായിരിക്കും. ആണോ? നിർബന്ധമാണോ? നിർബന്ധമാണോ അത്? ചേട്ടാ, പുക്കൾ വേണം. ഇനി നമ്മളായിട്ട് കൊടുക്കണ്ട. ഒരു കറി മേടിച്ച് തുണി പോകെ കളിയാണ് കൂട്ടുന്നത്. നിങ്ങളല്ലേ പൊക്കള് കാണിക്കാൻ പറഞ്ഞു? ചേട്ടാ, പുക്കിലല്ല, പുക്കിൽ പുഷ്പം. എന്റെ ദൈവമേ, പറയുമ്പോഴേ വ്യക്തമായിട്ട് പറ, അല്ലെ കാണാത്ത പലതും അവൻ പൊക്കി കാണിച്ചു തരും. ഇതുപോലെ കടുമ എന്റെ ദൈവമേ, ചോദിക്കുമല്ലോ. എന്നാ വേണം? എന്നാ വേണം? എന്നാ വേണം പറഞ്ഞോ? എന്നാ വേണം? എന്നാ വേണം പറ.
ചേട്ടാ എന്നാ വേണം? എടാ നിന്നോട് വന്നപ്പോ ഞാൻ ചോദിച്ചില്ല എന്നാ വേണം, നീ 700 രൂപ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നോട് എന്നാ വേണം ചോദിക്കുവാ. ചേട്ടാ വിളിക്കൽ ഒഴിക്കാൻ ഇന വേണം. ചോദിക്കേണ്ട കാര്യമില്ല, ഇതല്ലേ എണ്ണ. നീ എണാന്നൊക്കെ പറയണ എന്തിനാടാ? ഒന്ന് മലയാളിക്ക് ഒരു നെയ്ക്ക് കേടും. ആയിക്കോട്ടെ. ചേട്ടാ കൂടാമൂടോ ചേട്ടാ? ഉണ്ടോന്ന് ചോദിച്ചാ എല്ലാവർക്കും ഉള്ളൊരു സംഭവം അല്ലേ, അത് എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും. എന്നാ ചേട്ടാ? എനിക്കും ഉണ്ട്. അല്ല അതിന്റെയൊക്കെ ആവശ്യം ഇവിടെ എന്നാന്ന് എനിക്ക് പ്രേതത്തിനെ പിടിക്കാൻ ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ? ചേട്ടാ ആ ചേട്ടാ കൂടാമുണ്ടോ കൂടാമുണ്ടോ എന്നാ ചോദിച്ച ചേട്ടാ. കൂടാം കൂടാം. ഓ കുടം. കുട എന്നാ ചെയ്യണ്ടേ? എന്റെ ദൈവമേ, ഇത് നാശത്തെ കേറും. ഈ കുടാണോ ചോദിച്ചത്? എന്റെ എന്നാ ചേട്ടാ എല്ലാ പൂട്ടന്മാരാവട്ടെ, എല്ലാ പൂട്ടന്മാരും എല്ലാം പൊട്ട അവന് 700 തന്നിട്ട് എന്നെ പൊട്ടാന്ന് വിളിക്കണോ? ആ കർമ്മം ചെയ്യണം അങ്ങോട്ട്. ചേട്ടാ ഞാന് ആത്മാവീനെ ദൂരാത്മാവീനെ ഈ കൂടത്തിലേക്ക് അവാഹിക്കാൻ പോവുകയാണ്. കൂടത്തിലേക്ക് അവാഹിക്കാൻ പോകും. പറിച്ചിട്ട് നിന്നോളാൻ ഞാൻ അവനോട് പറിക്കാനും കൂടെ പറയുവാണോ? ഞാൻ പോവും. പോവല്ലേ ചോദിച്ച നാളികേരെല്ലാം ഉണ്ട്, എല്ലാ സാധനം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പോണേ? ഓട്ടോറിക്ഷ കയറി വരാൻ പറയും. ഇത് മന്ത്രം ചൊല്ലുവാണോ തേങ്ങയെ ചീത്ത വിളിക്കുവാണോ? ഇപ്പോ ഞാൻ ആത്മാവിനെ ആവാഹിച്ചു കൂടിത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ വെയിലും ആത്മാവ് മുഴുവൻ നോക്കാനായിട്ട് ഞാൻ ഈ തേങ്ങ വെച്ചിട്ട് ഇങ്ങനെ കാറാക്കും. കറക്കി കഴിയുമ്പോൾ ഈ വശം ഇവിടെ നിൽക്കണോ അവിടെ ആത്മാവ് വേറെ ഉണ്ടെങ്കിലും ഉണ്ടാകും. ആ വശം തന്നെ എവിടെയാണോ അവിടെ ആത്മാവ് ഉണ്ടാവും. കറക്കിക്കോ. അത് കറങ്ങിയില്ല, ഒന്നുകൂടെ കറക്കി. എന്ത് മണ്ടത്തരാടോ കാണിച്ചത്? പുള്ളി കറക്കി വിടുമ്പോ അവിടെ ആത്മാവുണ്ടെന്ന് പറഞ്ഞു മന്ത്രം തെറ്റിച്ചില്ലേ? നല്ലോണം കറങ്ങണ്ടേ, ചുമ്മാ ഇങ്ങനെ തട്ടി വിട്ട. ഞാൻ മന്ത്രം പറ്റിയാലെന്നു എല്ലാം പൊളിച്ച് കളി ആത്മാവിനെ എല്ലാം ആത്മാവ് കറക്ക്. ഇത് കറങ്ങണ തേങ്ങായ പറ്റിയല്ലേ? എന്നാ അടുത്ത ഇട്, മാറ്റിപ്പിടി. വേറെ ഐറ്റ് ഇട്. വേറെ ഏറ്റ് ഇട്. 5000 രൂപ കൂടി കൂടുതൽ തരണ്ടോ വരും. അതിനകത്തിനാ എന്നാലാണ് അടുത്ത അവസാനത്തെ ഘടകം ചെയ്യാൻ പറ്റത്തുള്ളൂ. കേട്ടല്ലോ, അത് തെറ്റിച്ചോണ്ട് 5000 രൂപ കൂടുതൽ കൊടുക്കണം. എന്റെ കൊടുക്കാവോ? പോണം. ആത്മാവിനെ ഞാൻ കൂട്ടത്തിനുള്ളിൽ ആവാഹിച്ചിട്ടുണ്ട്. ഇനി തേങ്ങ എടുത്ത് പൊട്ടിച്ചാൽ മാത്രം മതി. ആയിക്കോട്ടെ. എന്ത് പണിയാണോ കാണിച്ചത്? എന്ത് പണിയാ കാണിച്ചത്? തേങ്ങ തലയിൽ ഉടക്കാനല്ലേ പറഞ്ഞത്? അത് ആത്മാവിനെ ആവാഹിച്ചല്ലേ പാത്രം തല്ലി പൊട്ടിച്ചോ? അങ്ങനെ തെറി പറയല്ലേ? അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം. ഹിന്ദി ആയതുകൊണ്ടൊന്നും തിരിച്ചു പറയാനും പറ്റുന്നില്ല. വേറൊരു ഐറ്റം ഇടാമോ? വേറൊരു ഐറ്റം വേറെ എങ്ങനെയല്ലോ ഒന്ന് ഒഴിപ്പിക്കാൻ പറ്റുമോ? വേറെ അവസാന ഐറ്റം ഉണ്ട്. 20000 രൂപ തരേണ്ട വരും. 20000 രൂപയോ? അവസരം തന്നേക്കാം. എന്റെ ഭാഗത്ത് നിന്ന് വന്ന പിഴയാണല്ലോ. 20 30 തന്നേക്കാം. എങ്ങനെ പിടിച്ചാ മതി. ഇനി കുളിപ്പിച്ച് കഴിഞ്ഞാൽ തല കീറിക്കളി. ഇല്ലില്ല, കണ്ട ബംഗാളിയുടെ അടി ഇപ്പൊ മേടിക്കും. ചെയ്യാനെന്ന് ആ തുടുപ്പിലെ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാം. എവിടെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കറക്റ്റ് മലയാളം ചേട്ടാ, ഞാൻ ഈ വടി കൊണ്ട് ഈ വടി അടിച്ചു വിടും. 20,000 രൂപ മേടിച്ച് കുട്ടിങ്കോലും കളിക്കാനാണ്. അത് ന്യായം. ഞാൻ അടിച്ചു വിടും. അപ്പൊ ഈ വടി വീഴുന്ന സ്ഥലത്ത് ആത്മാവ് ഉണ്ടാവും. ചേട്ടൻ പോയി എടുത്തുകൊണ്ട് വരണം. അത്രേ ഉള്ളൂ. പുള്ളി അടിച്ചു വിടും, വടി വീണെടുത്ത് പോയി ആത്മാവ് ഉണ്ടാകും, എടുത്തോണ്ട് വന്നാൽ മതി. അതാണ് കാണിച്ചു. അയ്യോ, അതങ്ങ് പോയി. അങ്ങ് പോയി എടുത്തോണ്ട് പോവാ. അവിടെ കർമ്മ തീരണ്ടേ? മന്ത്രമാണോ എനിക്കിട്ട് പണി തന്നാണ്. ആത്മാവിനെ പിടിക്കണ്ടേ? ചെല്ലേ, ഓടിച്ചെല്ലേ. ആവശ്യമില്ലാത്ത കേസ്.
അടിച്ചു കുന്ന് കളയുന്ന ചേട്ടൻ ഓക്കെ ഒഴിഞ്ഞു പോകല്ലോ അല്ലേ എടാ കള്ള നീ ഇവിടെ നിൽക്കായിരുന്നല്ലേ പോലീസ് എന്നാ സാറേ എന്താ പ്രശ്നം എന്താ എടാ അവൻ ആരോടോ അതുകൂടെ പൂജയ്ക്ക് വന്നയാള് അപ്പൊ ഇന്നാണ് പൂജയ്ക്ക് വന്നത് ഇന്നലെ അവൻ ആരാന്നറിയോ ആരായിരുന്നു? ഇന്നലെ അവൻ വക്കീല് ഇന്ന് ഞാൻ അവൻ ഡോക്ടർ ഇവൻ ഇന്ന് പിടിയിട്ട പുള്ളിയാണെന്ന് അവൻ ആണോ ആ പിന്നെ അല്ല പിടിക്ക് സാറേ, പിടിക്ക് സാറേ, മോചനം പിടിക്ക്. രാജേന്ദ്രൻ ഓടിക്കരുത്. ഓടിക്കില്ല, ഓടിക്കില്ല, സാറേ. സാറേ, പിടിച്ചോ, സാറേ. സാറേ, പിടിച്ചോ. പിടി, പിടി, എടാ, എന്നാ ട്രെയിൻ പോണോ ട്രെയിൻ എന്താ ഞാനല്ലാതെ ഇനി ആരെങ്കിലും ഈ കളത്തിൽ കയറിയാൽ അവന്റെ തല പൊട്ടിത്തെറുക്കും. എടാ എടാ ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കളന്നവനാ ഞാൻ എസ് ഐ രാജേന്ദ്രന്റെ അടുത്ത് നിന്റെ പരിപാടി ഒന്നും നടക്കത്തില്ല എന്നാ സാറേ നിനക്ക് തിരക്കിലേക്ക് നീ ഒന്ന് പിടിച്ചടാ അതിനാ? സാറെന്നാ വിഷയം? പെട്ടെന്ന് ഫോൺ വന്നു ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് പിടിച്ചാൽ മതി സാർ എടാ ഒന്ന് പിടിയടാ എനിക്കെങ്ങും പറ്റത്തില്ല സാറ് വേണേ പോയി പിടിക്കുക സാറല്ലേ എസ് ഐ ഞാൻ തീരുമാനിച്ചു നീ പോയി പിടിച്ചോ പിന്നെ സാറ് തീരുമാനം പിടിക്കാൻ ഞാൻ കോൺസ്റ്റബിൾ അല്ല സാറ് പോയി പോയി പിടിക്കും എടാ നിനക്ക് ഇതിനകത്തൊക്കെ വിശ്വാസം ഉണ്ടാ എനിക്ക് ഇതിനകത്ത് വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ സൂപ്പർ വിശ്വാസം ആണോ പിന്നെ എന്നാന്ന് വെച്ചാലേ ഇവന്മാര് കള്ളന്മാരൊക്കെ ആണെങ്കിലും നമുക്ക് അതങ്ങോട്ടൊരു ചിലപ്പോ വല്ല മന്ത്രതന്ത്രം പഠിച്ചിട്ടുണ്ടായിരിക്കും തല അങ്ങനെ പോയാൽ- എട്ടിന്റെ പണി കിട്ടും കൂടോത്ര കേസായിരിക്കും അതാണ് എവിടെ പോയി അടുത്തുണ്ട് വന്നെന്നറിയാവോ അങ്ങ് പോയി പുല്ലിനകത്ത് കിടന്ന് തപ്പി മനുഷ്യന്റെ ഇടപാട് തീർന്നു വായ്മറിച്ച് നിൽക്കേണ്ട ചടങ്ങ് കഴിഞ്ഞു സംഭവമല്ല ഓക്കെ നീ വടി കിട്ടി ഇതെന്നെ കളം വരച്ചിട്ട് എങ്ങനെ ഉറുമ്പടിക്കാതിരിക്കാൻ ലക്ഷ്മണൻ രേഖ വരച്ചിട്ട് ഉറുമ്പടിക്കാതിരിക്കാനല്ല. ആ കളത്തിൽ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ അവൻ മന്ത്രം ചൊല്ലി വെച്ചേക്കോ തല പൊട്ടി തെറിക്കുന്നു ഇതിനകത്ത് ഇത് ഞാൻ കയറിട്ട് എന്റെ തലക്ക് ഒരു കുഴപ്പമില്ല കിടുക്കൻ തലയായിട്ട് നിൽക്കണുണ്ട് കള്ളാ നീ കേരള പോലീസ്- രാജനാ, കള്ളക്കടം പറഞ്ഞ ആളാ.